വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ കൊല്ലത്തേക്കൊന്ന് പോകാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ കുറച്ച് കൊല്ലമൊക്കെ കറങ്ങി. അപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് അസാഡോ കഫേ പറ്റി ഓർത്തത്. കുറേ നാളായി അവിടെ പോകണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ ഇതുവരെ നടന്നില്ല. അപ്പോൾ ഇന്ന് തന്നെ ആടി. അങ്ങനെ ഞങ്ങൾ അസാഡോ കഫേയിലെത്തി. അവിടെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങി. അവിടെ ചെല്ലുമ്പോൾ ഒരു അത്യാവശ്യം നല്ല ഒരു വാക്ക് വേ ഒക്കെ ഉണ്ട്. നല്ല ലൈറ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയാണ് അവിടെ, നല്ല ആംബിയൻസ് ആണ്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പതുക്കെ നടന്ന് കയറിയപ്പോൾ നല്ലൊരു സുന്ദരി പത്മിനി അവിടെ കിടപ്പുണ്ടായിരുന്നു. എൻ്റെ നോട്ടം അതിലേക്ക് ആദ്യം പോയത്. താഴെ ഞങ്ങൾ ഇരിക്കാൻ ആദ്യം പ്ലാൻ ചെയ്തു. കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ മഴയെ പേടിച്ച് ഞങ്ങൾ വിചാരിച്ചു വേണ്ട, മുകളിലിരിക്കാം, അതായിരിക്കും സേഫ്. അങ്ങനെ ഞങ്ങൾ പതുക്കെ മുകളിലേക്ക് കയറി. മുകളിലും അത്യാവശ്യം വളരെ നല്ല ആംബിയൻസ് തന്നെയായിരുന്നു. അവിടെ മുകളിൽ ഒരു മാമത്തിൻ്റെ പെയിൻറ്റിംഗ് ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പെയിൻറ്റിംഗ് ആണത്. ഫ്ലൂറസൻ കളർ വെച്ചിട്ടുള്ള പെയിൻറ്റിംഗ് ആണത്. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്യാനുള്ള ഇതിലായി ഞങ്ങൾ. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അഷ്ടമുടിക്കായലും നോക്കി കുറേ നേരം ഇരുന്നു ഞങ്ങൾ. എനിക്ക് തോന്നുന്നു വൈകുന്നേരങ്ങളിൽ ഇവിടെ അടിപൊളിയായിരിക്കും, ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരാം. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് ഓരോന്നോരോന്നായിട്ടെത്തി. ബീഫ് കബാബും ചിക്കൻ ബാർബിക്യൂവും ലോഡഡ് ഫ്രൈസും പിന്നെ ഒരു ബർഗറും. അങ്ങനെ ഫസ്റ്റ് ടൈം ബീഫ് റിബ്സും ട്രൈ ചെയ്തു. ബീഫ് റിബ്സ് കഴിച്ചിട്ടുള്ള എൻ്റെ എക്സ്പ്രഷനാണത്. കൊള്ളാം, വളരെ നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായി അസാഡോ കഫേ വിട്ടിറങ്ങി. അവിടുത്തെ വാക്കിലൂടെ കുറച്ച് നടന്നു, പിന്നെ വീടെത്തി.